സ്ട്രോബെറികൾ കണ്ട കിലോന് 25 റുപ്യ. അതായത് നാട്ടില് 32 റുപ്യ പെട്രോളിന്. അസ്സലാമലൈക്കും ബ്രോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് പിന്നെ ഷാഫി ഇമാമിൻ്റെ മക്ബറ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോക്കാണ്. നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് സൈദേശ് പോവും, സൈദേശിൽ നിന്ന് നടക്കും. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഷാഫി ഇമാമിൻ്റെ അടുത്ത് എത്തുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് ഇവിടുന്ന് പോകുന്ന വഴിക്കുന്ന ഒരു കിറ്റ് വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇഫ്താർ കിറ്റ് കൊടുക്കുന്നുണ്ട്, അത് വാങ്ങിയിട്ട് പോവാം. കുറേ സമയം ഇവിടെ നിൽക്കുന്നു, സാധനം തരുന്നില്ല. വെറുതെ നിൽക്കുന്ന ആളെല്ലാം ഇങ്ങനെ ഖുർആനോ ഇവിടെ മൊത്തം എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഫോട്ടോ വീഡിയോ മസ്റ്റാണ്. എത്ര സമയം എന്നറിയാം വെയിലത്ത് എത്തിച്ചിട്ട് ഈ ഇഫ്താർ തരുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇഫ്താർ കിറ്റ് ഇതാ വന്നിരിക്കുന്നത്. ഒരു ഇഫ്താർ കിറ്റ് കിട്ടിയാൽ എന്തെല്ലാം പ്രസരങ്ങൾ നമ്മൾ കാണണം, പെട്ടി പൊന്തിക്കണം പോലെ ഫോട്ടോ എടുക്കാൻ. നമ്മള് ഇഫ്താറും വാങ്ങി ഇവിടുന്ന് സൈദാഴ്ചയിലേക്ക് വണ്ടി കയറണം. അവിടുന്ന് നടന്നിട്ട് വേണം ഷാഫി ഇമാമിന്റെ മക്ബറയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. കുറെ ടൈം നമ്മൾ ഇവിടെ വെറുതെ പിടിച്ചെത്തിച്ചിട്ട് സാധനം തന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. ഇവിടുത്തെ വണ്ടി നോക്കിയാട്ടെ, ഫുള്ള് ടച്ച് പൊളിഞ്ഞിട്ടുണ്ടാവും എല്ലായിടത്തും. ഒരിതുമില്ല, അടിച്ചാലും പൊട്ടിയാലൊന്നും ഒരു പ്രശ്നമില്ല. മുട്ടിയാലുണ്ടാവും ഹലോ മാഷാ അല്ലാഹ് എന്നുള്ള വണ്ടിയെല്ലാം പോകുന്നുണ്ടാവും. ഇവിടെയുള്ള പല വണ്ടികളും നാട്ടിൽ കൊണ്ടാകുന്നുണ്ടല്ലോ, കളിപ്പിക്കാൻ പറ്റും അല്ലേ? പിന്നെ പക്ഷേങ്കിൽ എന്താ പറയാ, ബെൻസും BMW ഒന്നും ബോണറ്റും ബമ്പറൊന്നും ഉണ്ടാവില്ല, എല്ലാം അടിച്ച് പൊളിഞ്ഞിട്ടുണ്ടാവും. കാണുമ്പോൾ സങ്കടവും. വണ്ടികൾ നോക്കിയാൽ ഇതെല്ലാം നാട്ടിൽ കൊണ്ടാകുന്നുണ്ടല്ലോ. ഇതാ നല്ലൊരു കുതിര വണ്ടി പോകുന്നു. തായാലും ഫുള്ളൊരു ഗള്ളിയാണ്. ഇവിടെ കുറച്ചൊരു വൈബുള്ള സ്ഥലം. ഫൈനലി നമ്മൾ ഷാഫി ഇമാമിന്റെ മക്ബറയിലേക്കുള്ള വണ്ടി കയറിയിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് പോയിന്റ്. ഈ കാണുന്നതാണ് സലാഹുദ്ദീൻ അയ്യൂബിന്റെ കോട്ട. ഇൻഷാ അല്ലാഹ് നമ്മൾ വേറൊരു ദിവസം അടുത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ വിശദമായ വീഡിയോസ് വരുന്നതാണ്. ആ കാണുന്നതാണ് മുഖദ്ദം മല. ആൾക്കാരൊക്കെ എന്താണ് സ്വർഗത്തിൽ ഇതിന്റെ താഴെ ഷാഫി ഇമാമൊക്കെ തന്നെ ഭാഗങ്ങൾ മലേന്റെ താഴെ കിടക്കുന്ന സ്വർഗത്തിലാണ് താഴെ ആ മണ്ണിൽ അങ്ങനെ തോന്നുന്നു, കറക്റ്റായിട്ട് അറിയില്ല. ഈ കാണുന്ന മിനാരമാണ് സുയൂത്തി ഇമാമിൻ്റെ മക്കാമുള്ള സ്ഥലം. ഇവിടെ ശ്വാസം അടക്കി പിടിച്ചിട്ട് വേണം നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാ വണ്ടിയും മേത്തേക്കാർ പോകുന്നതിൽ നോക്കിയട്ടെ, അങ്ങനെ അങ്ങ് പോക്കാം. ഈ കാണുന്നതാണ് സൈദായിഷ പള്ളി. കണ്ടോ എന്നൊക്കെ വിദേശികൾക്ക് ഇതല്ലേ ഫ്രൂട്ട്സ് എല്ലാം കണ്ട ചെറിയ പൈസ ഉള്ളെങ്കിലും ഉണ്ട്. 20 റുപ്യ, നാട്ടിൽ 20 റുപ്യല്ലേ ഓറഞ്ചിനല്ലേ ഉള്ളൂ, പക്ഷെ വൻ ടേസ്റ്റ്. മധുരം എന്നെല്ലാം പറഞ്ഞിട്ടല്ല, അമ്മാതിരി മധുരം. ഫൈനലി നമ്മൾ വീണ്ടും ഒരു ഗള്ളിയിലേക്ക് തന്നെ കയറി ഇരിക്കുകയാണ്. എന്തേ ഈ മാർക്കറ്റിൽ വെള്ളിയാഴ്ച രാവിലെ വന്നാൽ പരുന്ത്, ആമ, മുതല ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ ഫോളോ ചെയ്ത് വെച്ചോ. നോമ്പ് കഴിഞ്ഞിട്ട് ഇതെല്ലാം നമ്മൾ കിടിലം പോലെ കാണിച്ചിരുന്നതാണ്. നോമ്പ് നമ്മൾ വിവാദത്തിലായതുകൊണ്ട് അങ്ങനെയെല്ലാം കാണിച്ചു തരാൻ പറ്റൂല. കാണുന്ന കാർ നോക്കട്ടെ, കാറിൽ എടുത്ത ഒരു മൂട് കാറാണ്. ഈ വണ്ടിയെല്ലാം ഓടുന്ന തന്നെ ഭാഗ്യം. നോക്കി അതിന്റെ ടയറൊക്കെ വണ്ടി ഓടണ്ടോ അത് മാത്രം മതി. നേരെ കാണുന്നതാണ് ഷാഫി ഇമാമിന്റെ പള്ളി. ഈ പാലത്തിന്റെ താഴത്തില്ലേ ഷാഫി ഇമാമിന്റെ ഉസ്താദിന്റെ മക്കാമുണ്ടായിരുന്നു. ഫ്ലൈറ്റ് വരുന്നുണ്ടോ? ഫ്ലൈറ്റ് ഏത്? ഷാഫി ഇമാമിന്റെ പള്ളിന്റെ മേലെ ഇത് കൊടുക്കൂല. ഷാഫി ഇമാം അപ്പൊ ഈ കാണുന്ന ഒമിനിയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. എന്ത് ലുക്കല്ലേ, വണ്ടിയൊക്കെ ഏത് രസം. അങ്ങനെ നമ്മൾ ഷാഫി ഇമാമിന്റെ മക്കാമിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയെല്ലാം ഇങ്ങനത്തെ മക്കറകൾ ഉണ്ടാവും. ഇതിന് ഭയങ്കര പ്രത്യേകത ഉണ്ട്. അതായത് നമ്മുടെ നാട്ടിലെല്ലോ തെറ്റ് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷയമുള്ള കാര്യം മൂല്യമാർക്ക്. പക്ഷേ ഇവിടെ ഉണ്ടല്ലോ വലിയ ആൾക്കാരും അതുപോലെ തന്നെ ചെറിയ പിള്ളേർ, യുവാക്കൾ എല്ലാവരും പള്ളിയിൽ വന്നിട്ട് തെറ്റ് ശരിയാവും. ചെറിയ പിള്ളേർ ഇതാക്കുന്ന പോലെ. ഈ കാണുന്നതാണ് ഷാഫി ഇമാമിൻ്റെ മക്കാമ്. ഷാഫി ഇമാമിൻ്റെ മക്ബറേൻ്റെ അടുത്തും നോമ്പ് മുറിൻ്റെ സാധനം കൊടുക്കുന്നുണ്ട്. അതും കൂടി നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ സാധാരണ നമ്മൾ മക്ബറൻ്റെ പിന്നെ കുബ്ബൻ്റെ മേലെ ചന്ദ്രക്കലി ഇതെല്ലാം ഉണ്ടാവില്ലേ, അപ്പോൾ ഇതിൻ്റെ മേലെ ഒരു കപ്പലിൻ്റെ ഇതാണല്ലോ, അതെന്തുകൊണ്ടാ? കപ്പൽ എവിടെ ഉണ്ടാവുക? കപ്പല്
കടലിൻ്റെ മുകളിലല്ലേ കപ്പലുണ്ടാവുക. അപ്പോൾ താഴത്ത് നിന്നുണ്ട് ഷാഫി മാമൻ, അതായത് എലിമുൽ ബഹർ, മനസ്സിലായ? ബഹറിൻ്റെ മുകളിൽ കപ്പൽ, ആ ഒരു സംഭവം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ നോമ്പ് തുറ പിന്നെ ഷാഫി ഇമാമിൻ്റെ പള്ളിയിൽ നിന്ന്. നമുക്ക് മുമ്പ് വേറൊരു സാധനം കൂടി കിട്ടിയിരുന്നു, പക്ഷെ നമ്മൾ ഇപ്പം നോമ്പ് മുറിക്കുന്നതിനെ കൊണ്ടാണ്. എന്ത് സാധനം നല്ല തണുത്താണ്. പിന്നെ ആപ്പിളിൻ്റെ ഫിസ് വെള്ളം, ആപ്പിൾ വെള്ളം, അതിലിങ്ങനെയാണ് തരുന്നത്. സ്പെഷ്യലായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈത്തപ്പഴം നമുക്ക് എല്ലാവർക്കും തരുമല്ലോ. നല്ല കറുത്ത വെള്ളം കൊടുക്കുന്നുണ്ട്. എന്താ ദിവസം ഒന്നല്ല. നോമ്പൂറിക്ക സ്ട്രോബെറി എല്ലാം ഉണ്ട്. ബീഫ് പാസ്ത, ഉപ്പില്ല മധുരമില്ല, അല്ല ഉപ്പില്ല എരിവില്ല. കുനാഫ ഉണ്ട്, കുനാഫ. നല്ല അടിപൊളി ക്ലൈമറ്റ്, വലിയ തണുപ്പില്ല, നല്ല കാറ്റ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം വെച്ചാൽ ഭയങ്കര പൊടിയടിക്കുന്നു, പൊടിക്കാറ്റാ. സ്ട്രോബെറി എല്ലാം കിലോന് 25 പൗണ്ട്, നാട്ടിൽ 50 റുപ്യ കിലോന്. നല്ല മധുരമുള്ള സാധനം. 50 റുപ്യക്ക്, അത് നാട്ടിൽ 50 റുപ്യക്ക് കിട്ടിയ സാധനം എത്ര. അപ്പുറം നാരങ്ങക്ക് എത്ര പറഞ്ഞ 6.5 റുപ്യ, അല്ല 6.5 പൗണ്ട്. ഇവിടെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വണ്ടിയാണിത്. ഇതിനെത്ര പൈസ? പെട്രോളിന് എത്ര ലിറ്ററിന്? പെട്രോളിന് ഇവിടെ ലിറ്ററിന് 17 പൗണ്ട്. അതായത് നാട്ടില് ഇത്ര 32 റുപ്യ പെട്രോളിന്. ജസ്റ്റ് മിനിമം ചാർജ് 5 പൗണ്ട്. ഫ്ലൈറ്റ് വന്നുണ്ടോ? ഫ്ലൈറ്റ് നാട്ടിൽ 30 റുപ്യ, അനാറ് നാട്ടിൽ 30, നാട്ടിൽ 30 രൂപ, ഇവിടുത്തെ 15 പൗണ്ട്. ഇവിടുത്തെ 15 പൗണ്ട്. അങ്ങനെ നമ്മൾ റൂമിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇവിടെ സിയാറത്തൊക്കെ കഴിഞ്ഞ് ഇഷ്ടം പോലെ വണ്ടിയുണ്ട്, ഇഷ്ടം പോലെ വണ്ടി. ജസ്റ്റ് 34 റുപ്യ ലിറ്റർ. ചോറ് കഴിക്കാൻ വേണ്ടിട്ട് തൈര് വാങ്ങുന്നു. ഇതുവരെ കൊടുക്കേ കിത്തിനെയാ സാധനമൊക്കെ പോടി പതിച്ചിട്ട്. അപ്പൊ ഗൈസ് നമ്മള് ഷാഫി മാമിന്റെ മക്ബറയിൽ സിയാറത്ത് ചെയ്ത് നേരെ റൂമിലേക്ക് നോക്കാണ്. സാധനം ഉണ്ട്, പോയിട്ട് തിന്നാളെ. അപ്പോൾ അടുത്ത വീഡിയോ എടുക്കാം. ബുക്രൻ ഇൻഷാ അല്ലാഹ്. ഫസ്റ്റത്തെ പള്ളിയിൽ നിന്ന് കിട്ടിയ കബാബ്, റൈസ്, ബത്താസാറ്റ. കബാബ് നൈസാണേ. നാരങ്ങക്കല്ല ചെറിയ പൈസയുള്ളൂ, പക്ഷെ അങ്ങനെ ഫുഡ് കൊത്താൻ മധുരമാണ്. ഇത് ടേസ്റ്റ് അറിയാം, നല്ല മധുരം. ഇങ്ങനത്തെ ഫുഡ് പോരാ. ഐസും ഇതും അടിപൊളിയാണ്, ബീഫ് കബാബും. പിന്നെ ബത്താസ് സത്യസാണ് നല്ല രസമുണ്ട് കേട്ടോ. ചോറ് വരാം, ഇവിടുത്തെ അരി ശരിയില്ല.